ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 നടന്ന VEOന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 052/2019 എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ്. 052/2019. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ, ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ് പറയുന്നത്. നമുക്ക് വരുന്ന പ്രിലിംസിൽ ഉൾപ്പെടുത്തുന്ന ഒരു ചോദ്യം കൂടിയാണിത്. ഒരു വെറൈറ്റി ചോദ്യമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ വരുന്ന പ്രിലിംസിൽ ചിലപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്ക് വരുന്ന ഭാഗമാണ് താപം എന്ന് പറയുന്നത്. നമുക്ക് പ്രിലിംസിൽ പഠിക്കാനുള്ളത് കൂടിയാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു പ്രദേശത്ത് ഹ്രസ്വ കാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്നാണ്. ഇനി 22ാമത്തെ ചോദ്യം: പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏത്? ആൻസർ ഓപ്ഷൻ സി, മഗധയാണ്. മഗധയാണ് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഒരു ചോദ്യം കൂടിയാണ്. നമുക്ക് വരുന്ന പ്രിലിംസിനില്ലെങ്കിലും അത് കഴിഞ്ഞു വരുന്ന എക്സാമിന് തീർച്ചയായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി 23ാമത്തെ ചോദ്യം: കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മേരി കോമാണ്. മേരി കോമാണ് ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുന്ന ഇന്ത്യൻ താരം എന്ന് പറയുന്നത്. ഇനി 24ാമത്തെ ചോദ്യം: അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, രസബാരോമീറ്റർ ആണ്. രസബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇനി 25: ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി, ജൊനാഥൻ ഡങ്കൻ ആണ്. ജൊനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ഇനി 26ാമത്തെ ചോദ്യം: പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി 27ാമത്തെ ചോദ്യം: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, നിസ്സഹരണ സമരമാണ്. നിസ്സഹരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം എന്നുള്ളത്. ഇനി 28ാമത്തെ ചോദ്യം: രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ, ജെർമി ബന്ധാം. ജെർമി ബന്ധാമിന്റെ വാക്കുകളാണ് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നുള്ളത്. ഇനി 29ാമത്തെ ചോദ്യമാണ്: ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഏത് മേഖലയിലെ ഏജൻസിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഉപഗ്രഹ വികസിപ്പിക്കുന്ന മേഖലയുടെ ഏജൻസിയാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്ന് പറയുന്നത്. ഇനി 30ാമത്തെ ചോദ്യം: ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, ക്യുമുലസ് മേഘങ്ങൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഏത് എക്സാമിനായാലും ഒരു ചോദ്യം ഈ മേഘങ്ങളെ കുറിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചു തന്നെ പഠിക്കണം. നമുക്ക് പറ്റുന്ന ചെറിയ തെറ്റ് പോലും ഇതിൽ ബാധിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇങ്ങനെ വരുന്നത്. മേഘങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോ വേണമെങ്കിലും തെറ്റും. അതുകൊണ്ട് തന്നെ മേഘങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇനി 31ാമത്തെ ചോദ്യം: കുതിരകളെ ഉപയോഗിച്ച് തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ചെങ്കിസ് ഖാൻ ആണ്. ചെങ്കിസ് ഖാൻ ആണ് കുതിരകളെ ഉപയോഗിച്ച് കൊറിയർ നടത്തിയിരുന്ന വ്യക്തി. ഇനി 32ാമത്തെ ചോദ്യം: മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജയ് മഞ്ചേക്കറുടെ ആത്മകഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇംപെർഫെക്റ്റ്. ഇംപെർഫെക്റ്റ് ആണ് ആത്മകഥ. ഇനി 33ാമത്തെ ചോദ്യം: റേഡിയോ പരിപാടികളിൽ ദീർഘദൂരങ്ങളുടെ സംപ്രേഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മിസ്സിംഗ് ആയതാ തോന്നുന്നുണ്ട്. സാധ്യമാക്കുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ ആണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം, അതായത് സംപ്രേഷണം എന്നായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, സംപ്രേഷണം നടത്തുന്നത് അയണോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ഇനി 34, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ഇനി 35, ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും ഇടപെടലുകളും പരിമിതപ്പെടുത്തലാണ് ഡാഷ്, അതായത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ആണ് ഓപ്ഷൻ ഡി ഉദാരവൽക്കരണം. ഉദാരവൽക്കരണത്തിനാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും ഇടപെടലുകളും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഇനി 36, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പരുത്തി. ഇതും വരുന്ന പ്രിലിംസിന് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇനി 37ാമത്തെ ചോദ്യം, ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേര് ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ഉച്ചലിത വൃഷ്ടി എന്നാണ്. പക്ഷെ സംവഹന വൃഷ്ടിയും അതുപോലെ തന്നെയാണെന്ന് ചിലരിൽ കാണാം. പക്ഷെ PSCയുടെ ആൻസർ ഉച്ചലിത വൃഷ്ടി എന്നായിരുന്നു. ഇനി 38ാമത്തെ ചോദ്യം, 19ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കൃത പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രാർത്ഥനാ സമാജമാണ്. പ്രാർത്ഥനാ സമാജമായിരുന്നു 19ാം നൂറ്റാണ്ടിൽ മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ടിരുന്ന പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുന്നതാണ് പ്രാർത്ഥനാ സമാജം. ഇനി 39, യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ആൻസർ ഓപ്ഷൻ എ ടൈഗയാണ്. ടൈഗ പ്രദേശങ്ങളിലാണ് അല്ലെങ്കിൽ വൻകര കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്. ഇനി 40ാമത്തെ ചോദ്യം, ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കാണ്ട്ലയാണ്. ഓപ്ഷൻ ഡി കാണ്ട്ലയാണ് ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്നത്. ഇനി 41, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ 2020 2019 ആൻസർ രഞ്ജൻ ഗൊഗോയ്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നിലവിലുള്ള സോളിസിറ്റർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള 2019 തുഷാർ മേത്തയായിരുന്നു. ഇനി 43ാമത്തെ ചോദ്യം, സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷന്റെ ആയിരുന്നു അത്. ഇനി 44ാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി വേലുത്തമ്പി ദളവയായിരുന്നു. ഓപ്ഷൻ സി വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയ വ്യക്തി എന്ന് പറയുന്നത്. ഇനി 45ാമത്തെ ചോദ്യം, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്നത് ആരുടെ വരികളാണ്? ആൻസർ ഓപ്ഷൻ എ അംശി നാരായണപിള്ള. അംശി നാരായണപിള്ളയുടെ വരികളായിരുന്നു വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്നുള്ളത്. ഇനി 46ാമത്തെ ചോദ്യം, റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏതാണ്? നമുക്ക് വരുന്ന ചോദ്യമാണിത്. ആൻസർ ഓപ്ഷൻ ബി പശ്ചിമവാദങ്ങളാണ് റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്നത്. നമുക്ക് പ്രിലിംസിന് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി 47, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി സാങ്പോ എന്ന പേരിലാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. ഇനി 48ാമത്തെ ചോദ്യം, അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട് ഇന്ത്യയിലെ ഏത് കമ്പനിയെയാണ് ഏറ്റെടുത്തത്? ആൻസർ ഓപ്ഷൻ ഡി ഫ്ലിപ്കാർട്ടിനെയാണ്. ഫ്ലിപ്കാർട്ടിനെയാണ് അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ട്
ഏറ്റെടുത്തത്. ഇനി 49. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് മേഘരൂപീകരണം, മഴ, മഞ്ഞ് തുടങ്ങിയവ കാണപ്പെടുന്ന മേഖല എന്ന് പറയുന്നത്. ഇനി 50. ചോദ്യം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സംക്ഷേപ വേദാർത്ഥം എന്നുള്ളതാണ്. ഇതൊരു GK അല്ലെങ്കിൽ മലയാളത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചോദ്യമായിരുന്നു. ഇനി 51. ചോദ്യം. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഗോദാവരിയാണ്. ഗോദാവരിയാണ് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഇനി 52. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലളിതകലാ അക്കാദമിയാണ്. ലളിതകലാ അക്കാദമിയാണ് ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം എന്ന് പറയുന്നത്. ഇനി 53. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ജുമിഅ മിലിയ ഇസ്ലാമിയാണ്. ആൻസർ ഓപ്ഷൻ എ. ഇനി 54. ചോദ്യം. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഓപ്ഷൻ സി ആണ് സിയാൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി 55. ചോദ്യമാണ്. സേവാ സദൻ ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രേംചന്ദിന്റെ കൃതിയാണ് സേവാ സദൻ എന്ന് പറയുന്നത്. ഇനി 56. ചോദ്യമാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. 57. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 58. ചോദ്യം. കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ഹരിത വിപ്ലവം. ഇനി 59. ചോദ്യമാണ്. ലക്ഷദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആന്ത്രോത്ത്. ആന്ത്രോത്ത് ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. ആന്ത്രോത്തിലാണ്. പക്ഷെ കവരത്തി എന്ന ഒരു ആൻസർ കൂടി പറഞ്ഞിട്ടുണ്ട് ചിലവര്. PSCയുടെ ആൻസർ പ്രൊഫഷണൽ ആയിട്ട് കൊടുത്തിരുന്നത് ആന്ത്രോത്ത് എന്നായിരുന്നു. ഇനി 60. ചോദ്യം. ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര് എന്താണ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് ആണ് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത്. ഇനി 61. ചോദ്യം. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് രാജാറാം മോഹൻ റായ്. രാജാറാം മോഹൻ റായുടെയാണ് സംവാദ് കൗമുദി എന്ന് പറയുന്ന പത്രം. 62. ചോദ്യം. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. 63. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഏഷ്യയാണ്. ഏഷ്യയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വൻകര. ഇനി 64. ചോദ്യം. തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ഡി ലാൻഡ്സാറ്റ് ആണ്. ലാൻഡ്സാറ്റ് ആണ് തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ലാൻഡ്സാറ്റ് ആണ്. ഇനി 65. ചോദ്യമാണ്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അഗസ്റ്റ കോംതെയാണ്. അഗസ്റ്റ കോംതെയാണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്.
ഇനി 66 ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ലോക്പാൽ. ആൻസർ എ ലോക്പാൽ. 67 ചോദ്യമാണ് അടുത്തത്. രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പരിണാമ സിദ്ധാന്തം. പരിണാമ സിദ്ധാന്തമാണ് രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പറയുന്ന ഭാഗം. ഇനി 68 ചോദ്യമാണ്. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ചാൾസ് മെറ്റ്കാഫ് ആണ്. ചാൾസ് മെറ്റ്കാഫ് ആയിരുന്നു ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി. ഇനി 69 ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ എന്ന് പറയും, അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഇനി അവസാന ചോദ്യം 70 ചോദ്യമാണ്. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാരഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാസഭ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ഇതിലുള്ളത്. അതായത് നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതിൽ മാത്സും ഇംഗ്ലീഷും ഉൾപ്പെടുത്തിയിട്ടില്ല, ബാക്കി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല, അത് നമുക്ക് പ്രിലിംസിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി മുതൽ ഈ ചാനലിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട വല്ല മെസ്സേജുകളും ഉണ്ടെങ്കിൽ അതും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് അറിയാം ജനുവരിയുടെ സിലബസ് വന്നിട്ട് ടൈം ടേബിൾ വന്നിട്ടുണ്ട്, PSCയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതിലും പ്രിലിംസിന്റെ എക്സാമിന്റെ ഡേറ്റ് ഇല്ല. അതുകൊണ്ട് പലരും ഇത് മടുത്തിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും മടുക്കരുത്. മടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇനിയും ഡിസംബർ 16 വരെയുള്ള ഡേറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് മുന്നേ വരുന്ന ടൈം ടേബിൾ ഒന്നും PSC അനൗൺസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ചിലപ്പോൾ ഇനി ഡിസംബർ 16 മുതലുള്ള ടൈം ടേബിൾ കൂടി PSC ഉൾപ്പെടുത്തിയേക്കാം. അതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.